തീ അടയ്ക്കാൻ വേണ്ടത് എന്താണ്? വെള്ളമാണ്. നേരെ തിരിച്ച് മണ്ണെന്ന് ആരെങ്കിലും കൊണ്ടൊഴിക്കോ? ഇല്ല. ഒഴിച്ചിട്ട് വലിയ കാര്യമില്ല, തീ കയറി പടർത്തേ ഉള്ളൂ. ഹേ ഗൈസ്, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ കാണാനിടയുണ്ടായി. നമ്മുടെ ജോസഫ് അന്നക്കുട്ടി ജോസിന്റെ ഒരു വീഡിയോ ആയിരുന്നേ. അതിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ വേണ്ടി ഹൗ ടു എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറെ ഓപ്ഷൻസ് വരും. ഹൗ ടു കുക്ക്, ഹൗ ടു ഡാൻസ്, ഹൗ ടു സിംഗ്, ഓർ ഈവൻ ഹൗ ടു ഹാവ് സെക്സ്. പക്ഷേ ഇതിനൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു സാധനം ഉണ്ട്, അതിൽ വരില്ല. അതെന്താണെന്നറിയാം? ഹൗ ടു ലവ്. ചിന്തിച്ചിട്ടുണ്ടോ? എന്നെ ആ വീഡിയോ വല്ലാണ്ട് ചിന്തിപ്പിച്ചു. സത്യമല്ലേ പറയുന്നത്? നമ്മൾ എങ്ങനെയാ സ്നേഹിക്കാൻ പഠിച്ചത്? നമ്മൾ ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ ഇങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്, ഇതാണ് സ്നേഹം എന്നുള്ളത്? ഇല്ല. ഒരു കുട്ടി സ്നേഹം എന്താണെന്ന് പഠിക്കുന്നത് ആ കുട്ടിയുടെ വീട്ടിൽ നിന്നായിരിക്കും. വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ കാണിക്കുന്നത് കണ്ടിട്ടായിരിക്കും. അതിന്റെ ആഫ്റ്റർ എഫക്ട് ആയിരിക്കും ഈ കുട്ടി സ്നേഹം പ്രകടിപ്പിക്കുക, അല്ലെ? ശരിക്കും പറഞ്ഞാൽ ഉമ്മയൊക്കെ കിട്ടി വളർന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉമ്മയും ഹഗ്ഗും ഒക്കെ ആയിരിക്കും സ്നേഹം എന്നുള്ളത്. നേരെ തിരിച്ച് ഭയങ്കര കോൺവെർസേഷൻ ഒക്കെ എന്താ പറയാ, പ്രൊഫഷണൽ രീതിയിൽ ആയിട്ടുള്ള ഒരു വീട്ടിൽ നിന്നാണ് ഒരു കുട്ടി വരുന്നതെങ്കിൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കഴിച്ചായിരുന്നോ, കിടന്നായിരുന്നോ, എണീറ്റായിരുന്നോ, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളായിരിക്കും ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്നേഹം എന്നുള്ളത്. ഇന്നത്തെ കാലത്ത് മിക്ക റിലേഷൻഷിപ്പുകളും പകുതി വെച്ച് ബ്രേക്ക് ആവാനും ചാൻസുകൾ ഇത് തന്നെയാണ്, അല്ലെ? ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ലവ് ലാംഗ്വേജ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പ്രവർത്തിക്കാൻ. തീ അടയ്ക്കാൻ വേണ്ടത് എന്താണ്? വെള്ളമാണ്. നേരെ തിരിച്ച് മണ്ണെന്ന് ആരെങ്കിലും കൊണ്ടൊഴിക്കോ? ഇല്ല. ഒഴിച്ചിട്ട് വലിയ കാര്യമില്ല, തീ കയറി പടർത്തേ ഉള്ളൂ. അപ്പൊ അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് സ്നേഹം എന്നുള്ളത് എന്നെ അറിയിക്കൂ, കമന്റ് ചെയ്യൂ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.